ഹലോ ഋഷിനാണ്. ഗുഡ് മോർണിംഗ്. സമയം 4:30. ആയിക്കോട്ടെ, നല്ല ഉറക്കത്തിൽ വേറൊരാളെ കാണിച്ചു തരാ. പൊന്നൂസ് തടുത്ത് വരച്ചിരിക്കുന്നു. ടൂറ് പോകുന്ന ആളാണ്. അപ്പൊ അവളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അവളെ വിട്ടാക്കുന്നുണ്ട്. വേറെ നല്ല അവള് 4ാം ക്ലാസ് അല്ലേ, സ്കൂള് ലാസ്റ്റ് അല്ലേ. അപ്പൊ എന്തായാലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബാഗൊക്കെ ആള് റെഡിയാക്കി അതും പിടിച്ചുകൊണ്ടാണ് തണുത്തിട്ടിരിക്കുന്നത്. പിന്നെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നത്. ഇത് മതി എന്ന് പറഞ്ഞിട്ടോ. എല്ലാവരും ചിപ്സ് ആണുമ്പോ. അപ്പൊ എനിക്ക് ചിപ്സ് വേണ്ട, എനിക്ക് ഇങ്ങനെ മുട്ടായികളും മുറുക്കും അങ്ങനെ മതി, അല്ലാതെ ചിപ്സ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവള് തന്നെ പാക്കറ്റോടെ വെച്ച ടീച്ചർ ചീത്ത പറയുന്നു പറഞ്ഞ് ഒരു ബോക്സ് എടുത്ത് അവള് തന്നെ ആക്കി വെക്കുന്നുണ്ട്. വൈകിട്ട് നല്ല ഉറക്കം, ഇതൊന്നും അറിയുന്നില്ല. എടിച്ചാലായിരിക്കും, നോക്കാം നമുക്ക് ലഹള. അങ്ങനെ അവള് ബാഗിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ബോട്ടിലാണ് കേട്ടോ, ഒറ്റ ബോട്ടിലില്ല. അപ്പൊ 2 ബോട്ടിലായിട്ടാണ് വെള്ളം കൊടുത്തു വിടുന്നത്. ഇത് ചുടുവെള്ളം വെച്ചതാണ് കേട്ടോ. അവൾക്ക് മേല് കഴുകാൻ പറ്റും, നല്ല തണുപ്പുണ്ടായിരുന്നു പാവം. അപ്പോൾ ചുടുവെള്ളം ഞാൻ വേഗം എണിച്ചത് വെച്ച് അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി, കുറച്ച് കട്ടൻ ചായയും വെച്ച് അതിൽ കുറച്ച് ഞാൻ കുടിച്ച് അവൾക്ക് ഒരു ഗ്ലാസ് മാറ്റി വെച്ചു. അപ്പോഴേക്കും അവൾ ഇതാ റെഡിയായി സുന്ദരി കുട്ടിയായിട്ട്. തലയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടോ. ഫൈക്കുട്ടന്റെ മുഖം കണ്ടോ നിങ്ങൾ? ആ സങ്കടം കണ്ടോ? ഫൈക്കുട്ടൻ നമ്മളേക്ക് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തോണ്ട് നടന്ന പിന്നെ കാര്യങ്ങൾ നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഫൈക്കുട്ടൻ റെഡി ആവുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ അതിനെ ഞാൻ തീറ്റിക്കുന്നുണ്ട്, തിന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇക്കഥ ഷൊട്ടറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല തണുക്കണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ കുട്ടികൾ ഒന്നും കഴിക്കാതെ പോയ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കൊടുത്തു വിടണം പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ആള് ചെരുപ്പൊക്കെ ഇട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്. വെളിയിൽ ഇറങ്ങി അവൾ അന്തം വിട്ടു. എന്തമ്മ ഇരുട്ടാണല്ലോ, ഈ ഇരുട്ടത്ത് രാത്രിയാണ് ഞാൻ ടൂറ് പോണത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു സമയമായി, നേരം വെളുത്തില്ലാന്നേ ഉള്ളൂ, മഞ്ഞ് കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വണ്ടിയിൽ കയറി ഞാനും ഒപ്പം പോകുന്നുണ്ട്. അവിടുന്ന് ബ്രദറിന്റെ കുട്ടിയുമുണ്ട് കേട്ടോ, അവളും ഉണ്ട്. അവൾ 3ാം ക്ലാസ്സിലാണ്, എന്നാലും അവളും പോകുന്നുണ്ട്. അങ്ങനെ 2ആളെയും കയറ്റി ഇതാ പോവാണ്. അതോ കണ്ടോ ബസ് നിൽക്കുന്നത്? ഈ ബസ്സിലാണ് അവർ പോകുന്നത്. അത് കണ്ടപ്പോൾ അവർ ഭയങ്കര സന്തോഷം, ഈ ബസ്സും കൂടെ കണ്ടപ്പോൾ. പിന്നെ സ്കൂളിൽ ഫ്രണ്ടിൽ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ സ്കൂളെത്തി. എല്ലാവരും കുറച്ചു പേരൊക്കെ മുമ്പേ എത്തിയിട്ടുണ്ട്. ടീച്ചർമാർ ഇൻസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അതാ കണ്ടോ ഇരിക്കുന്നത്. അവൾ മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല എന്നെ, നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി, സമയമായി എന്ന് പറഞ്ഞ് ടീച്ചർമാർ വരിയായിട്ട് ഇറക്കി പോകും. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ പഴയ കാലം ഓർത്തു പോയി. ഞാനൊന്നും ഇത്ര ചെറുപ്പത്തിലൊന്നും ടൂർ പോയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഓർമ്മയിൽ ടൂർ പോയത് ITL പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഞാൻ ടൂർ പോയിട്ടില്ല. കാരണം നമ്മുടെ കാലം അങ്ങനെയാണല്ലോ. ഇന്നൊക്കെ അങ്ങനെയല്ല, ഇന്ന് ചെറുപ്പത്തിലേ അവർക്ക് ടൂർ പോകണം, അല്ലെങ്കിൽ അവര് നടക്കൂല. അപ്പൊ അതാ ടാറ്റയൊക്കെ പറഞ്ഞു പോയി ബസ്സിൽ കയറുകയാണ് എല്ലാവരും. നല്ല കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ല രാവിലെ തന്നെ നല്ല ഹാപ്പിനെസ് കിട്ടിട്ടോ. എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു പോകുമ്പോഴുള്ള സന്തോഷം കണ്ടോ. ബസ്സിൽ കയറി വിൻഡോ സീറ്റ് വേണേ, എനിക്ക് സ്കൂളിൽ തന്നെ പോണേ പറഞ്ഞിട്ട് ഒരേ ചാട്ടായിരുന്നു. അങ്ങനെ ദാ കയറി ടൂറ് പോവാണ്. അപ്പോൾ അവരുടെ സന്തോഷമാണ് നമ്മുടെ ഈ സന്തോഷം.